ആത്മവിശ്വാസത്തിന് ഒട്ടുമില്ലാത്തതിന്റെ ലക്ഷണമാണ് ഈ ഞെട്ട വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തരം ആത്മവിശ്വാസം കൂട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർ ഇവർക്കൊക്കെ കൈയുടെ ഞൊട്ട വിടുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കാലും കൈയൊക്കെ വിറപ്പിക്കുക, കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. ഈ കാലാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്താ പറയുക, ജുബിന ഉടനെ തന്നെ കാലൊക്കെ താഴെ വെച്ചു നല്ല നല്ല പിള്ളയായിട്ട് ഒന്ന് താഴെ ഇരുന്നു. ഈ കാലുകൾ ഈ ഇങ്ങനെ ആട്ടുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലെയിൽ ലൗണ്ടസിന്റെ ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രസ്തുത സിനിമാ പ്രവർത്തകൻ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററുമായിട്ടുള്ള റോബിൻ സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സാർ, വെൽക്കം ടു ABC വടകര. നമസ്കാരം. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിവിക്സ്. സാർ, എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത് എന്ന് ഒരു പുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടോ ശരിക്കും? നമ്മളൊരു പുസ്തകത്തിനെ മാത്രമായിട്ട് അതിനെ കാണണ്ട. ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന് പറയുന്ന പുസ്തകം, ലെയിൽ ലൗണ്ടസിന്റെ പുസ്തകം, ധാരാളം അത്തരത്തിലുള്ള ഒരുപാട് പുസ്തകമുണ്ട്. ഇതിന്റെ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത് ഡെയിൽ കാർണഗിയാണ്. ലോകത്തിന് അദ്ദേഹമാണ് ഈ സംഭാഷണ കലയുടെ രാജാവ് എന്ന് പറയുന്ന ആധുനിക കാലത്ത്. ഒരുപാടുണ്ട്. ഡെമസ്തനീസ് മുതൽ ഒരുപാട് മനുഷ്യരുണ്ട്, മഹാരഥന്മാരായിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പൊ അവരെല്ലാവരും നമുക്ക് പകർന്നു തന്ന അവരുടെ ജീവിതത്തിലൂടെ അവർ പഠിച്ചെടുത്ത സ്കില്ലിലൂടെ അവർക്ക് സ്വന്തമായി അവർ നേടിയെടുത്ത സ്കില്ലിലൂടെ അവർ പഠിച്ചെടുത്ത പരീക്ഷണങ്ങളിലൂടെ നടത്തി മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പ്രയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ കാണുന്ന ഈ സംസ്കാരവും ഈ കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത് മനുഷ്യൻ. അങ്ങനെയാണല്ലോ, നമുക്കത് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ചരിത്രമൊക്കെ അതാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ധാരാളമായിട്ട് ലോകത്ത് നടക്കുന്നുണ്ട്. വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ അത്തരം ഗവേഷണങ്ങൾ ഏർപ്പെട്ട് അവരൊക്കെ കൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പുതിയ പല അന്വേഷണങ്ങളും അതിന്റെ റിസൾട്ടുമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഇന്നൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും. ചിലപ്പോൾ നമ്മളത് എക്സാക്ട്ലി, അത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അത് ഇന്ന ആൾക്കാരാണ് അതിന്റെ ഉത്ഭവം എന്താണ്, അല്ലെങ്കിൽ ഒരു വാക്കിന്റെ പ്രയോഗത്തിന് ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ഉത്ഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും ഉണ്ടാകട്ടെ. അപ്പം മിക്കവാറും ഇംഗ്ലീഷ് പദങ്ങളൊക്കെ ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. അതിന്റെ ചരിത്രം പോകുമ്പോൾ, ഒരു വേർഡിന്റെ ചരിത്രം പോകുമ്പോൾ വലിയ നീണ്ട ചരിത്രമൊക്കെ ഒരു വേടിൻ്റെ അകത്ത് കിടപ്പുണ്ടാവും അല്ലെ, അതിനകത്തൊരു സംസ്കാരം കിടപ്പുണ്ടാവും. അപ്പൊ നമ്മളെ അതിശയിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് ഈ മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് സംസാര ഭാഷ മാത്രമല്ല, ആശയവിനിമയം എന്ന് പറയുന്നത് ശരീരഭാഷയും കൂടി ഉൾപ്പെടുന്നതാണ്. ശരീരഭാഷയ്ക്ക് 55% പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം എന്ന് വെച്ചാൽ ഭൂരിപക്ഷവും ശരീരഭാഷയാണ് പ്രധാനമെന്ന് വരുമ്പോൾ അത് എങ്ങനെയാണ്. അപ്പം ഇത്തരത്തിലുള്ള ധാരാളം പുസ്തകങ്ങൾ ആധുനിക കാലത്ത് പലരും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകമാണ് ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന പുസ്തകം. ഈ പുസ്തകത്തിലെ ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ടോക്ക് തുടങ്ങുന്ന, എനിക്ക് തോന്നുന്ന ഒരു 4 മാസം മുമ്പ് നമ്മൾ ഹാങ്ങിങ് ടീത്തിനെ കുറിച്ച് സംസാരിച്ച് ഓർമ്മയുണ്ടാവും. അപ്പോക്സി ഐസിനെ കുറിച്ച് അന്ന് ഐശ്വര്യ ആയിരുന്നില്ലേ. അപ്പൊ അപ്പോക്സി ഒട്ടിച്ചു വെച്ച കണ്ണുകൾ, ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആ ആളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ആ കേട്ട കാര്യം പറഞ്ഞ ശേഷം ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ ഒന്ന് കണ്ണിലേക്ക് മാത്രം ഒന്ന് നോക്കിയിട്ട് കണ്ണിങ്ങനെ ഒട്ടിച്ചിട്ട് വിടുക, പറഞ്ഞത് ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്നതാണ്. ഹാങ്ങിങ് ടീത്ത് അതിനേക്കാളും രസകരമായിട്ടുള്ള ഒന്നാണ്. ഹാങ്ങിങ് ടീത്ത് പരീക്ഷിച്ച് നോക്കി എന്നോട് ധാരാളം പേര്, എന്നെ നേരിട്ട് കണ്ടവരും വിളിച്ചവരൊക്കെ പറഞ്ഞു ഞങ്ങളത് പരീക്ഷിച്ച് നോക്കി, അത് വളരെ പ്രയോജനപ്രദമായിരുന്നു എന്ന് പറയുകയുണ്ടായി. നമ്മൾ 6 ഈ ഇത്തരത്തിലുള്ള ആശയവിനിമയ രഹസ്യങ്ങളാണ് അന്ന് വെളിപ്പെടുത്തിയത്. ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാനിപ്പുലേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചു വന്നു. ടെക്നിക്സും മാനിപ്പുലേഷനും അല്ല. മാനിപ്പുലേഷൻ എന്നുള്ള വീടിനെ സാന്ദർഭികമായി കാണണം. ഒരു കാര്യത്തിന് ബൂസ്റ്റ് ചെയ്തിട്ട് വേറൊരു വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അല്ലത്. അപ്പൊ രഹസ്യങ്ങളും അങ്ങനെ തന്നെയാണ്, പക്ഷെ പരമപ്രധാനമായതുകൊണ്ടാണ് ആശയവിനിമയ രഹസ്യങ്ങൾ എന്ന് ഇതിനെ വിളിക്കേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളും സാമൂഹ്യ ഇടപെടലുകളും മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതപ്പെട്ടതാണ് ഈ പുസ്തകങ്ങളെല്ലാം. ഈ ചർച്ചയും എല്ലാം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിൽ കരുതുന്നത് നമ്മളൊരു നല്ല മികച്ച കമ്മ്യൂണിക്കേറ്റർ ആണ്. നമ്മൾ ഓരോരുത്തരും നല്ല മികച്ച കമ്മ്യൂണിക്കേറ്റർ ആണ്. പക്ഷെ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണ്ടത്ര അളവിൽ വേണ്ട സമയത്ത് സാന്ദർഭികമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ലേ. നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ ആയിരുന്ന കാലത്ത് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ നേടിയെടുത്തിരുന്നു. ഒരു പൊടി പോലും ഇല്ലാതെ നമ്മൾ നേടിയെടുത്തിരുന്നു. എനിക്ക് വേണം, അതാണ്, ഇതാണോ, അതാണോ, അതല്ല, അതല്ല, ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ നോക്കി കണ്ണുകൊണ്ട് കാലുകൊണ്ടൊക്കെ കാണിച്ചൊക്കെ ചൂണ്ടിക്കാണിച്ചൊക്കെ നമ്മൾ അത് നേടിയെടുത്തു. അപ്പൊ ആ നേടിയെടുക്കുന്ന സ്കില്ല് നമ്മൾ പതുക്കെ അങ്ങ് അടച്ചു വെച്ചു. പിന്നീട് നമ്മൾ പഠിച്ചെടുത്ത നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക പാഠങ്ങളുടെ ബലത്തിൽ
അല്ലെങ്കിൽ അതിന്റെ കുറവ് കൊണ്ട് നമ്മൾ അതിൽ ഒന്നുകിൽ മാസ്റ്ററായി അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിക്കൂടി എന്നുള്ളതാണ്. ഫിയർ ഫാക്ടേഴ്സ് അടക്കമുണ്ട്, നമ്മളതൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ ഇപ്പൊ പുതിയ ഈ 7ാമത്തെ ആശയവിനിമയ രഹസ്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കാനാണ് പറയുന്നത്. അനാവശ്യമായ ചലനങ്ങൾ എന്താണ്? കൈകാലുകളുടെ ചലനം. എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കാലും കൈയൊക്കെ വിറപ്പിക്കുക, കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. ഈ കാലാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്താ പറയുക? ശരീര ചലനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, അപ്പം എൻ്റെ മാസ്റ്ററി കോഴ്സിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ഈ ജുബിന ഉടനെ തന്നെ കാലൊക്കെ താഴെ വെച്ചു, നല്ല പിള്ളയായിട്ട് ഒന്ന് താഴെ ഇരുന്നു, കാല് പിടച്ചു വെച്ചു. കാല് പിടച്ചു വെക്കുന്നതിനൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്നവരാണ് സമയത്താണ് നമ്മൾ കാലുകൾ തമ്മിൽ പിടച്ചു വെക്കുക. അപ്പം ഈ കാലുകൾ ഈ ഇങ്ങനെ ആട്ടുന്നതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറാണല്ലോ, ബ്രെയിൻ ആണല്ലോ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. ബ്രെയിനുമായിട്ട് ഒത്തിരി ദൂരത്തിലാണ്. ഒത്തിരി ദൂരത്തിൽ പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇല്ല. പക്ഷെ ബ്രെയിനിന്റെ ഏറ്റവും അകലെയുള്ള ഒരു അവയവമാണ് നമ്മുടെ കാലുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ദൂരെയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരു അവയവത്തിന്റെ അത്രയും നിയന്ത്രണം ബ്രെയിനിന് കാലിന്റെ മുകളിൽ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആശങ്കപ്പെടുമ്പോൾ നമ്മുടെ കാലുകൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും, വിറപ്പിച്ചുകൊണ്ടിരിക്കും. അത് ബ്രെയിനിന്റെ ഒരു പരിപാടിയാണ്. അത് ആ തരത്തിലുള്ള അതിന്റെ സയൻസിനെ കുറിച്ചല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അത് മറ്റൊരിക്കലും നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു കാര്യമാണ്, അത് കൺട്രോൾ ഇല്ല. കാലിങ്ങനെ ഇളക്കിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ കട ധരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ടെൻസ്ഡ് ആണ്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഡോക്ടർക്ക് ആ സമയത്ത് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് തീരോ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി കിട്ടുമോ, അല്ലെങ്കിൽ പോകേണ്ടതുണ്ടാവും. അപ്പൊ ആരോഗ്യം ഇങ്ങനെ കണ്ട് ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നല്ല സുഖമാണ്. ഇതൊരു സമാധാനം തരുന്ന പരിപാടിയാണ്, നമുക്കൊരു റിലാക്സേഷൻ തരുന്ന പരിപാടിയാണ്. അതുകൊണ്ടോ ഈ കാലിങ്ങനെ, എന്റെ കാലിപ്പോ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിങ്ങനെ അടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രെയിനിന് പെട്ടെന്ന് കൺട്രോളിങ് കിട്ടുന്ന ഒരു സ്ഥലമല്ല. അതേസമയം നമുക്ക് മനസ്സിലാവും, ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരത്തിൽ ചലിക്കുന്ന അവയവം ഏതാ? ഒരു കാര്യത്തോട് റിഫ്ലക്സ് ആക്ഷൻ വേണമെങ്കിൽ കാലല്ല, കൈയാണ്. പെട്ടെന്ന് നമ്മളപ്പോ ബ്ലോക്ക് ചെയ്യാനാണെങ്കിൽ കൈ ഇങ്ങനെ പെട്ടെന്ന് തൊട്ടടുത്ത, കാരണം ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. അപ്പൊ ഇതുപോലെ ഈ കാലുകളുടെ കൈകളുടെ അനാവശ്യമായ ചലനങ്ങൾ, കസേരയുടെ മുകളിൽ ഇരിക്കുമ്പോൾ കസേരയുടെ മുകളിൽ ഇങ്ങനെ തട്ടുക, താളം പിടിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ മുടിയിൽ ഇങ്ങനെ കോതിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആലോചിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിരലുകളൊക്കെ പിടിച്ച് ഞൊട്ട വിടുക, ഞെരുക്കുക, അപ്പുറത്തിരിക്കുന്നതിന്റെ കയ്യിൽ പിടിച്ചിട്ട് തിരിക്കുക. എന്തെല്ലാം കലാപ പരിപാടികളാണെന്നറിയോ? ആത്മവിശ്വാസത്തിന് ഒട്ടുമില്ലാത്തതിന്റെ ലക്ഷണമാണ് ഈ ഞൊട്ട വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതൊരു ആത്മവിശ്വാസം കൂട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർ ഇവർക്കൊക്കെ കൈയുടെ ഞൊട്ട വിടുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പൊ ഇതൊക്കെ പരിഹരിച്ചു പോകണ്ടേ? ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ പോയിന്റുകളൊക്കെ പറയുന്നത്. അപ്പം ഇത്തരത്തില് കാലുകൾ നിർത്താൻ ഇത്തരം ആത്മവിശ്വാസക്കുറവിനെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് നല്ല സംയമനമുള്ള ശരീരഭാഷ എപ്പോഴും പബ്ലിക് ഗ്യാതറിങ്ങിന് പ്രദർശിപ്പിക്കണം. നമ്മളൊരു സ്ഥലത്ത് പോയിരിക്കുമ്പോഴോ ആളുകൾ അഭിമുഖീകരിക്കുമ്പോഴോ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചോളൂ, പക്ഷെ നിങ്ങൾ ആ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അത് സ്വാഭാവികമായിട്ട് ആ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് മടുക്കുമ്പോൾ അടുത്ത കാലിലേക്ക് കയറ്റി വെക്കും. അത് നിങ്ങളുടെ ഒരു റിലാക്സേഷൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ വെക്കുന്നത്, അങ്ങനെ ഇരിക്കുന്നത്. എല്ലാവർക്കും ഇങ്ങനെ രണ്ട് കാലം വെച്ച് സ്റ്റഡി ആയിട്ട് പിന്നെ പട്ടാളച്ചിട്ട് ഇരിക്കാൻ കഴിഞ്ഞു എന്നൊന്നും വരില്ല. നമ്മുടെ ഒരു റിലാക്സേഷൻ, ചിലപ്പോൾ നടുവേദന ഉണ്ടാവാം. അതിന്റെ കോണ്ടസ്റ്റും കൂടെ നോക്കണം, സാഹചര്യം നോക്കണം. ആ സാഹചര്യത്തിനനുസരിച്ചാണ് ഒരാളുടെ ശരീരഭാഷ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ എന്നാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൂടുതൽ തോന്നിക്കുകയും അവരന് വാക്കുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് വരികയും ചെയ്യും നിങ്ങൾ പറയുന്ന കാര്യത്തിൽ. 8ാമത്തെ ആശയവിനിമയ രഹസ്യം എന്നത് ഹാൻസിന്റെ കുതിരബോധമാണ്. ഹാൻസിന്റെ കുതിര, ഇതൊരു ജർമ്മൻ കുതിരയുടെ അനുസ്മരിപ്പിക്കുന്ന പേരാണ് ഹാൻസ് കുതിരബോധം എന്നത്. ഈ ഹാൻസിന്റെ കുതിരബോധം എന്നത് ഈ സംഭാഷണ കലയുടെ അതിന് മനഃശാസ്ത്രപരമായി സമീപിച്ചിട്ടുള്ള റോബർട്ട് ജെ ഹാൻസിന്റെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഹാൻസിന്റെ കുതിരബോധം, കുതിരയെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. ഈ കുതിരയെ കണ്ടിട്ടില്ലേ? കുതിര നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുതിര എപ്പോഴും ഏതെങ്കിലും ഒരു അവയവം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. വാല്, കണ്ണ്, പിന്നെ കാൽപാദങ്ങൾ എപ്പോഴും, ഒരു കാലം എപ്പോഴും മുകളിലേക്ക് മാറ്റി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഈ ശരീരം മനുഷ്യരും ഇങ്ങനെ അബോധപൂർവമായിട്ട്, കുതിര ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കുതിര അനങ്ങാതെ നിൽക്കുന്ന ഒരു കുതിരയെ നമുക്ക് കാണാൻ വലിയ പ്രയാസമായിരിക്കും. ഒന്നെങ്കിൽ അതിന്റെ കണ്ണിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, എന്തെങ്കിലും ചെവി അനങ്ങിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ മനുഷ്യരും, ഇതിന്റെ തത്വം എന്താണെന്ന് വെച്ചാല് മനുഷ്യരും ഇങ്ങനെ മൈക്രോ ചലനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും
സൂക്ഷിച്ചു നോക്കിയത് ഇപ്പൊ അനങ്ങാതിരിക്കുകയാണ്. ഇപ്പൊ ജുബിൻ, ഐശ്വര്യ ഇപ്പൊ അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ ഐശ്വര്യം എന്തെങ്കിലും ഒരു മൈക്രോ ചലനം ഐശ്വര്യയുടെ കാല് കൊണ്ടോ ജുബിന്റെ കാല് കൊണ്ടോ കൈ കൊണ്ടോ കണ്ണുകൊണ്ടോ ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. സൂക്ഷ്മ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് ചിമ്മുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ബോഡി ലാംഗ്വേജ് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു നിരീക്ഷണം കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം, ഇപ്പൊ എനിക്ക് എന്താണ് സുഖമാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹാപ്പി അല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ മൈക്രോ ലെവലില് നിങ്ങളുടെ ശരീരത്തിൽ കാണും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൈ തമ്മിൽ കൂട്ടിത്തിരുമയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്ന രീതി, കമിഴ്ത്തി വെച്ച കൈകളും വളർത്തി വെച്ച കൈകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് കൈ ഇങ്ങനെ മലർത്തി വെച്ച് സംസാരിക്കുമ്പോൾ രണ്ട് കൈകളും മലർത്തി വെച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ, ഇങ്ങനെ പിടിച്ചോണ്ടല്ല, സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസം കൂടുതൽ വ്യത്യാസം ഉണ്ടാകും. കമിഴ്ത്തി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസം കുറവ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇത്തരം സൂചനകളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു വിദഗ്ധന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെയാണ് ഹാൻസിന്റെ കുതിരബോധം എന്ന് പറയുന്നത്. ഒരു ബോധമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ നിരീക്ഷണങ്ങളിൽ നിന്നാണ് ഒരാൾ ഓക്കെ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ തോളുകളൊക്കെ നിൽക്കുന്ന അവസ്ഥ, ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് അയാളുടെ കണ്ണുകളൊക്കെ താഴേക്ക് പോകും, വേണ്ടാത്ത ചില സ്ഥലത്തേക്ക് പോകും. നമ്മളിങ്ങനെ നേരെ നോക്കി സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ വേറെ എവിടെയെങ്കിലും ശ്രദ്ധ പോകും, വേറെ എന്തോ ആലോചിക്കുന്ന പോലെ തോന്നും, ഇടതുവശത്തേക്കോ മുകളിൽ വശത്തേക്കോ ചിന്തിക്കുന്ന പോലെ, ഓർമ്മയിൽ നിന്നെടുക്കുന്നത് പോലെ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് സുപ്രധാനമായിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് അയാളെ ഞെട്ടിക്കാന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഈ ഹാൻസിന്റെ കുതിരബോധം നമുക്ക് സ്വായത്തമായിട്ട് അയാളെ ഞെട്ടിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. പകരം നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ടെൻഷനിലാണോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ വാക്കുകളെക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ ശരീരഭാഷ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് എങ്ങനെ പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണുകള്, മുഖഭാവങ്ങള്, ശരീര ചലനങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഈ അസ്വസ്ഥരായ ആളുകള് കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത കാല് കയറ്റി വെക്കും. അതല്ലെങ്കിൽ കാല് നമ്മൾ ഇങ്ങനെ വെക്കും, പിന്നെ ഇങ്ങോട്ട് മുന്നോട്ട് ആഞ്ഞിരിക്കും, ഒന്ന് ബാക്കിലേക്ക് പോകും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ അസ്വസ്ഥത കണ്ടുകൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റും, അത് മനസ്സിലാക്കി, രംഗം മനസ്സിലാക്കി അത് നിൽക്കാൻ പറ്റുന്നതാണ്. 9ാമത്തെ ആശയവിനിമയ രഹസ്യം രംഗം മനസ്സിലാക്കി പെരുമാറുക എന്നതാണ്. വാച്ച് ദ സീൻ ബിഫോർ യു മേക്ക് ദ സീൻ എന്ന് പറയും. രംഗം മനസ്സിലാക്കിയിട്ട് പെരുമാറുക എന്താണ്? ഒരു പുതിയ സാമൂഹ്യ സാഹചര്യത്തിലേക്ക്, തൊഴിൽപരമായ മീറ്റിങ്ങിലേക്ക് ഒക്കെ കടക്കുമ്പോൾ നമ്മൾ കയറി ചെന്ന ആ സമയത്ത് അകത്തേക്ക് കയറി വന്നിട്ട് ഉടനെ തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ സഡൻ ആയിട്ട് പ്രതികരിക്കുക, അഭിപ്രായം പറയുന്നതിന് പകരം അവിടെ വന്നിരുന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പൊ നമ്മൾ അവിടെ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു, ഒരു സ്ഥലത്ത് കടന്നു ചെന്നാൽ അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥ എന്താണ്, അവർ ഏത് നിലയിലാണ് ഇരിക്കുന്നത്, അവരെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ കയറി വന്നിട്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, ഒരു ഹാപ്പി മൂഡിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുഴുവൻ വൃത്തികേടായി മാറും. ആ അന്തരീക്ഷത്തിന് ഒട്ടും ചേരാതായിരിക്കും. നമ്മളൊരു മോശക്കാരനായിട്ട് അവർ ചിത്രീകരിക്കും. അതല്ല, അവർ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണെന്ന് കരുതും. അവിടെ നമ്മൾ വന്നിട്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ വന്നിട്ട് നമ്മൾ വളരെ ദുഃഖാർദ്ധനായിട്ട് വന്നിട്ട് നമ്മൾ ഭയങ്കര മുഖമൊക്കെ വീർപ്പിച്ച് ഭയങ്കര ടെൻഷനിൽ വന്നിട്ട് ഒരു സൈഡിൽ വന്നിരിക്കുമ്പോൾ അത്രയും ആളുകൾ ഒരു കുളത്തിലെ വെള്ളത്തിലേക്ക് കല്ലെറിയുന്ന പോലെ ഉണ്ടാവും. നിശബ്ദമായ വെള്ളത്തിലേക്ക് കല്ലെടുത്ത് ഇടുന്നത് പോലെ ഓളം ഇങ്ങനെ വെട്ടിയിട്ട് അതങ്ങ് പടരും. കംപ്ലീറ്റ് ആൾക്കാർ ആകെ ടെൻഷനായി പോകും. ഉടനെ ചോദിക്കും ഇയാൾക്ക് എന്ത് പറ്റുന്നു. അപ്പൊ നമ്മൾ പതുക്കെ വന്നിട്ട് ആ അന്തരീക്ഷത്തിനനുസരിച്ച് നമ്മളെ മുകളിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരാനുള്ള ശ്രമമല്ല നടന്നില്ല. പതുക്കെ അവിടെ ഇരുന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് മനസ്സിലായി സന്ദർഭത്തിനനുസരിച്ച് പെരുമാറുക എന്നതാണ്. ഇതാണ് അതിന്റെ ഒരു ആത്യന്തികമായിട്ടുള്ള സാധനം. വാച്ച് ദ സീൻ. ആദ്യം അത് വാച്ച് ചെയ്യുക, കാഴ്ചയൊക്കെ നോക്കുക. ബിഫോർ യു മേക്ക് ദ സീൻ. നമ്മളൊരു സീൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കാണുക എന്നതാണ്. വാച്ച് ചെയ്യുക, അതിനുശേഷം പ്രതികരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല നയമുള്ള വ്യക്തിയായിട്ട്, കാര്യബോധമുള്ള ഒരു വ്യക്തിയായിട്ട്, പരിസരം നോക്കി സംസാരിക്കുന്ന ഒരാളായിട്ട് ആളുകൾ നമ്മളെ വിലയിരുത്തും. ആ ഒരാൾ വരുമ്പോൾ തന്നെ നമ്മൾ വരുന്നുണ്ട്, അവൻ വരുമ്പോൾ തന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ട്, മുന്നനുഭവങ്ങളുണ്ട്, ഇങ്ങനെ സമയം നോക്കി പ്രതികരിക്കാതെ. അപ്പോൾ അത് അനുസരിച്ച് പെരുമാറിയാൽ മതി എന്നൊക്കെ പറയും. അല്ലെ, അങ്ങനത്തെ ആളുകൾ, കുറച്ചുകൂടെ ബോധമുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വാ ഇരിക്കി, എന്തൊക്കെയാ വിശേഷം, 1 മിനിറ്റ് ഇരിക്കാൻ, ഞങ്ങൾ ഒരു കാര്യം സംസാരിക്കുകയാണ്, അങ്ങനെ പറയും. അപ്പൊ ഈ പറയാൻ വന്നവർ അത് നിർത്തിയിട്ട് അവിടെ ഇരുന്നോളും.
മനസ്സിലായില്ലേ? അപ്പൊ അവനത് വാച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയും നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് അത്. ഇനി 10ാമത്തെ ആശയവിനിമയ രഹസ്യം, അന്തരീക്ഷത്തിനൊത്ത മനോഭാവം കാണിക്കുക. ഒരു മൂഡ് മാച്ചിലാണ്. എന്താണ് അന്തരീക്ഷത്തിന് നമ്മൾ ഇത് സാധാരണ എല്ലാ മനുഷ്യരും ഈ കെടി പോയി പെടാറുണ്ട്. നമ്മളൊക്കെ പോയി പെടാറുണ്ട്. വേണ്ടാത്ത സ്ഥലത്ത് പോയിട്ട് ഓരോ അഭിപ്രായം പറയും. ആ അഭിപ്രായം പറഞ്ഞിട്ട് വലിയ കുഴപ്പമായി മാറും. അന്തരീക്ഷത്തിന് ചേരാത്തതായിരിക്കും. അതിനെ പറയുക ഇടിമിന്നൽ ഉള്ളിടത്ത് കാന്തം കൊണ്ടുപോയി വെക്കുന്ന പോലെയാണ്. അതിനെ വലിച്ചെടുക്കും. അപകടം ഭയങ്കര പടപടപടാന്നടിക്കും. അതാണ്. അപ്പൊ അന്തരീക്ഷത്തിലൊത്ത മനോഭാവം കാണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് ചെത്തുമ്പോൾ അവിടെയുള്ള ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ അതേ കാര്യത്തിന്റെ തുടർച്ചയാണ്. രംഗം മനസ്സിലാക്കി രംഗബോധമുള്ളവനായിട്ട് പെരുമാറുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു അവസ്ഥയാണ് അന്തരീക്ഷത്തിനൊത്ത മനോഭാവം കാണിക്കുക എന്നത്. അപ്പൊ അവരേത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്? അവർ സങ്കടാവസ്ഥയിലാണോ, അല്ലെങ്കിൽ സന്തോഷാവസ്ഥയിലാണോ? ദുഃഖിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് പോയിട്ട് നമ്മൾ ഒരുപാട് സന്തോഷവാനായിട്ട് നമ്മൾ മറ്റുള്ളവരോടൊക്കെ പിന്നെ കോമഡിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വല്ലാതെ ചങ്കി കുത്തുന്ന പോലെ ഉണ്ടാവും, നെഞ്ചത്ത് കുത്തുന്ന പോലെ ഉണ്ടാവും, അല്ലേ? അത് അവരുടെ ദേഷ്യത്തെ അല്ലെ അവരുടെ സങ്കടത്തെ ആളി കത്തിക്കുകയുള്ളൂ. അവർ ആ അവസ്ഥയിലല്ല. അപ്പൊ ചുറ്റുമുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മളൊന്ന് പരിഗണിക്കണം. നമ്മൾ കൂടെയുള്ളവർ ഏത് മാനസികാവസ്ഥയിലാണ് ഉള്ളത് എന്ന് പരിഹരിക്കണം. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഈ കുടുംബസ്ഥരായ ആളുകളാണ്. ഭർത്താവും ഭാര്യയും ഒക്കെ തമ്മിലാണ്, കുടുംബത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ പോയിട്ട് ഇപ്പൊ കുട്ടികളെ കണ്ടിട്ടില്ല, കുട്ടികൾക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ നല്ല മൂഡിലാണോ മൂഡൌട്ടാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണ് നമുക്കിതൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഭാര്യ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, അവളുടെ അവസ്ഥ കണ്ടിട്ട് പെരുമാറാം. അല്ലെങ്കിൽ ഭർത്താവ് ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, വന്നത് നല്ല മൂഡിലാണോ എന്നൊക്കെ നോക്കാതെ അവർക്ക് തോന്നുന്ന പോലെ പറയാൻ നിൽക്കുമ്പോൾ അവരെ അത് പ്രകോപിതരാക്കും. ഭാര്യയെയും ഭർത്താവിനെയോ പ്രകോപിതരാക്കും. അപ്പൊ ഏത് ബോസ്, നമ്മളെ ബോസ് നല്ല മൂഡിലാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ അയാളുടെ ആദ്യത്തെ ശബ്ദത്തിൽ തന്നെ നല്ല അവസ്ഥയിലാണോ, അല്ലെങ്കിൽ എനിക്കിത് പറയാൻ കഴിയുമോ? ഹലോ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഹലോയിൽ എന്തോ ഒരു അപകടമുണ്ട് എന്ന്, അല്ലെങ്കിൽ അത്ര നല്ല ഹലോ അല്ല. അപ്പൊ എന്താ വിളിച്ചതല്ല, ഞാൻ പിന്നീട് വിളിച്ചോളാം, തിരക്കിലാണോ? അപ്പൊ ചില കീവേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സാർ തിരക്കിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർ വളരെ ഹാർഷായിട്ട് മറുപടി പറയും. ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കൂട്ടോ എന്നൊക്കെ പറയുമ്പോൾ ശരി, തീർന്നു കഥ. അപ്പൊ നമ്മൾ ആ കാര്യം പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിളിച്ചത് എന്താന്ന് ചോദിക്കുമ്പോൾ പോലും അല്ല ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥയിൽ അങ്ങനെ പെരുമാറുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ മ്ലാനമായിട്ട് ഇരിക്കുക, അറ്റൻഷൻ സീക്കിങ്. ഞാൻ അങ്ങനെ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവര് എല്ലാവരും ആഹ്ലാദിച്ചിരിക്കുമ്പോൾ ഒരു മൂലയ്ക്ക്, പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ, ഒരു മൂലയിൽ പിണങ്ങിയിരിക്കുക, ഒരു മൂലയിൽ പോയിട്ട് കംപ്ലീറ്റ് പെട്ടെന്ന് ഐശ്വര്യ പറഞ്ഞുണ്ടോ പിണങ്ങിയിരിക്കാതെ. കാരണം ആ അറ്റൻഷൻ സീക്കിംഗ് ആണ്. എന്റെ സങ്കടം നിങ്ങൾ കാണുന്നില്ലേ എന്നാണ്. ആഘോഷിച്ചുകൊണ്ടിരുന്നു എന്റെ സങ്കടം, ഞാനിവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരാൾ പോയിട്ട് പതുക്കെ പോയിട്ട് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്നുമില്ല അതൊക്കെ പറഞ്ഞിട്ട് പിണങ്ങി വീണ്ടും പിണങ്ങിയിരിക്കുക. അപ്പോഴേക്കും അടുത്ത ആളെ വിളിച്ചു. അങ്ങനെ മൊത്തം ആളുകളുടെ അറ്റൻഷൻ ഇവിടേക്കാവും. അങ്ങനെ ഒരു 10-15 പേര് ഈ പെൺകുട്ടിക്ക് ചുറ്റും ഇരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ആഘോഷങ്ങളെ താളമൊക്കെ നഷ്ടപ്പെടും. അവരവിടെ കൂടിയിരിക്കുന്ന എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത ഒരു ആഘോഷ രാവാണ്. അപ്പൊ ആ താളമൊക്കെ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ദുഃഖം പറഞ്ഞ് ചില മനുഷ്യരുണ്ട്, അത്ഭുതപ്പെടുന്ന ആൾക്കാർ, ഈ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ കൂടെ വന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഇതെല്ലാം കഴിയും. എന്നിട്ട് അവസാനം പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും നമ്മൾ അറിയുക ഇവരുടെ അച്ഛൻ മരിച്ച അതിന് തൊട്ട് പുറകെ അല്ല അടുത്ത ദിവസം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേറെ പിരിഞ്ഞ ഒരു സങ്കടത്തിൽ ഓക്കെ അല്ലായിരുന്നു. എന്നിട്ട് നമുക്ക് അവരോട് വലിയ ആരാധന തോന്നും, വലിയ സന്തോഷം തോന്നും, ബഹുമാനം തോന്നും. എന്നിട്ടും അവരത് പങ്കെടുത്തല്ലോ എന്ന് തോന്നും. അങ്ങനെ വേണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ആ ഒരു മൂഡൌട്ടോ നമ്മുടെ അത് മ്ലാനത മറ്റുള്ളവരിലേക്ക് പകർത്താൻ ശ്രമിക്കരുത്. അതെപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വേണം, അതിന് സപ്പോർട്ട് ചെയ്യണം, അത് കാണാതിരിക്കുകയും ചെയ്യരുത്. അപ്പൊ അങ്ങനെ പ്രകടിപ്പിക്കുന്ന അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളോട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പാട്ടിനിടയിൽ നമ്മൾ പാട്ടൊക്കെ ഇടക്കൊന്ന് നിർത്തിയിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞു അവിടെ പോയിട്ട് എന്തു പറ്റി മൂടോട്ടായിരിക്കുന്നത് കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല കുഴപ്പമില്ല പാടൂ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ച് അവരുടെ അത് കൂടി ഐക്യദാർഢ്യം അറിഞ്ഞുകൊണ്ട് ചോദിച്ചു മനസ്സിലാക്കി അവരെ അതിൽ പങ്കാളികളാക്കിക്കൊണ്ട് പോകണം. അപ്പൊ ഇതുപോലെ മറ്റുള്ളവരുടെ വികാരങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷത്തിന് ഒത്ത മനോഭാവത്തോട് അവരോട് പെരുമാറുമ്പോൾ അവർക്കത് സപ്പോർട്ടീവായിരിക്കും, അവർക്കത് സന്തോഷകരമായിരിക്കും. ഈ രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് അങ്ങനെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മളും അവരും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായിരിക്കും. പിന്നീട് എന്നെ പരിഗണിച്ചു എന്നാണ്, എന്റെ വികാരം മനസ്സിലാക്കിയെന്നാണ്.
ഓക്കെ. നമ്മളിപ്പം ലെയിൽ ലൗണ്ടസ്റ്റിന്റെ ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. താങ്ക്സ് ലോട്ട് സർ. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിവിക്സ്.